ചേട്ടാ ചേട്ടനപ്പോ വന്ന് ഈ ചൂടത്തൊന്ന് പുതച്ചു കൂടി കിടക്കുന്ന ഇത് മാറ്റാൻ നോക്ക്. അയ്യോ അയ്യോ മാറ്റല്ലേ മാറ്റല്ലേ, അറിയോ വയ്യ, ഒട്ടും വയ്യ. 2 മണിക്കൂറിന് മുമ്പ് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഓ അത് 2 മണിക്കൂറിന് മുമ്പല്ലേ, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ മുതൽ കൈയും കാലും ഒന്നും എടുത്ത് പൊക്കാൻ വയ്യാതാ എൻ്റെ മക്കളെ. അയ്യോ ഓ டேய் நீ எப்ப வந்த? டேய் ஹாஸ்பிடல்ல போன விஷயம்லாம் எனக்கு தெரிஞ்சது. என்ன சொன்னாங்க அவங்க? ഓ ഡോക്ടർ പറഞ്ഞ് ഒട്ടും രക്ഷയില്ലാത്ത കേസാണ്. മിനിമം 2 ആഴ്ച ഇല്ലെങ്കിൽ 2 മാസമെങ്കിലും എടുക്കും ഈ തൊണ്ട ശരിയാവാനെന്ന്. ഓ കണ്ട കിൻഡൽ കണക്കിന് മരുന്ന് തന്ന് വിട്ടേക്കണ കണ്ട. അയ്യോ ചേട്ടാ ഓ ചേട്ടനെന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? അത് തൊണ്ടവേദനയടി, സൗണ്ട് വരുന്നില്ല. കണ്ട ഞാൻ എത്ര സ്ട്രെയിൻ ചെയ്തിട്ടും പറ്റണില്ല. പനിയുണ്ടോ? ആ എന്നിട്ട് ചൂടില്ലല്ലോ. ഉൾപ്പനിയാ അതാര് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു. ഓ എന്ത് ചേച്ചി? ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ട നോക്ക്, മരുന്ന് കണ്ടാ തന്നേ, ഇഷ്ടം പോലെ മരുന്ന് തന്നിട്ടുണ്ട്. എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാ. അഡ്മിറ്റ് ചെയ്യാനാ? ഓ അമ്മായി അറിഞ്ഞ അമ്മായി ഇവന്റെ അടുത്ത് ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാടാ? ഓ പറഞ്ഞ് പിന്നെന്താ അഡ്മിറ്റ് ആക്കാത്തവര്? ഞാൻ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിക്കേണ്ടി വരൂലേ? ഒരാൾ അവിടെ വന്ന് എപ്പോഴും നിൽക്കേണ്ടി വരൂലേ? ഇപ്പോൾ അതാ പാറു തന്നെ, നിങ്ങൾ എന്തായാലും അവിടെ വന്ന് എനിക്ക് കൂട്ടിരിക്കുമ്പോൾ എവളും അങ്ങോട്ട് വരും. അറിയാമല്ല, ഹോസ്പിറ്റലിൽ ഫുള്ള് ചുമയും പനിയൊക്കെയാണ്. കൊച്ചിനും കൂടെ ചുമയും പനിയും വന്ന അയ്യോ. എടാ അവര് നിനക്ക് മരുന്നൊന്നും തന്നില്ലേ? പിന്നെ ഇതാ ഇഷ്ടംപോലെ മരുന്നിരിക്കണ് നോക്ക്, ഇഞ്ചക്ഷനും എടുത്ത്. ഇഷ്ടം പോലെ മരുന്ന്. ഓ കേശുവേ ഓ ഇതെന്തിനുള്ള മരുന്നടാ? ഇൻഫെക്ഷൻ ഉള്ള മരുന്നെന്നാ പറഞ്ഞേ. ഇൻഫെക്ഷൻ ഉള്ള മരുന്നാ? ആ ഇഞ്ചക്ഷൻ എടുത്ത് ഇവിടെ തോളത്ത് ഈ നമ്മുടെ കൈയുടെ ഇവിടെ ഒക്കെ ആയിട്ട് ഷോൾഡറിൽ അവിടെ എടുത്ത് അയ്യോ തൊടല്ലേ, അയ്യോ വലിയ സൂചിയായിരുന്നു. അതെങ്ങനെ ഒരിടത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. വെയിലെന്നോ മഴയെന്നോ ഒന്നും ഇല്ലാതെ വണ്ടി എടുത്തോണ്ട് അങ്ങ് ചുറ്റിക്കറക്കമല്ലയോ. ഇനി കുറച്ച് ദിവസത്തിന് വണ്ടിയും കൊണ്ട് എങ്ങും ചുറ്റാൻ പോകണ്ട. ആമാണ്ടാ, നീ നൈറ്റ് എല്ലാം വെളിയിലേ പോകാതെ. അയ്യോ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞ് എന്നെ അങ്ങ് തീരെ രോഗിയാക്കല്ലേ. എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇത്രയും വയ്യാന്നുള്ള കാര്യം ആരെയും വിളിച്ച് പറയാനൊന്നും നിൽക്കണ്ട കേട്ടോ. അച്ഛനെയും അമ്മയൊക്കെ എന്തായാലും മെർലിൻ ചേച്ചി വിളിച്ച് പറയണം. ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട, വെറുതെ എന്തിനാ. എന്തായാലും തണുത്തോളം ഒന്നും കുടിക്കല്ലേ, ഇനി ചൂടുവെള്ളം കുടിച്ചാൽ മതി. ஆமாண்டா, சுடு தண்ணி தான் ரொம்ப நல்லது. நானே போய் செஞ்சு கொண்டு வரேன். சூடா கஞ்சி குடிச்சா உடம்புக்கு ரொம்ப நல்லது. பின்ன ஆவி பிடிக்கணும்னா எங்கிட்டயே சொல்லு, மாத்திரையெல்லாம் ஏன் கையாலேயே எடுத்து கொடுக்குறேன். இப்போ உனக்கு கஞ்சி ரெடி பண்ணிட்டு சீக்கிரம் வரேன். അതെ നിങ്ങളെല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഇരിക്കാതെ എങ്ങോട്ടെന്ന് വെച്ചാൽ പോവോ. എനിക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ. പിന്നെ പാറുവേ, മെർലിനെ വല്ലതും വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും വയ്യാതെ കിടപ്പിലാന്നുള്ള കാര്യമൊന്നും പറയാൻ നിൽക്കല്ലേ. കേശുവേ നിനക്ക് വയ്യാത്തല്ലേടാ, നീ റെസ്റ്റ് എടുത്തോട്ടാ. ഇവിടെ നിൽക്കടാ, ഇഞ്ചക്ഷൻ എടുത്തല്ലേ. ഓ പാടി. പാറുവേ പോയി വല്ല കാര്യങ്ങളും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്. ഓൻ വിളിക്കൂ. ഫോണോട് കൊടുത്ത് വിടണ്ടായിരുന്നു.
അർജുനായിട്ട് തൊണ്ടുപോകും തോന്നിട്ട് എങ്ങനെയാണെങ്കിൽ വിളിക്കുമായിരിക്കും.